ജനറേറ്റീവ് എ എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണെന്ന് തോന്നുന്നു. ജനറേറ്റീവ് എ ഇന്ന് ക്രിയേറ്റിവിറ്റിയുടെയും ഫംഗ്ഷനാലിറ്റീസിൻ്റെയും എല്ലാത്തിൻ്റെയും ബൗണ്ട് റീഷേപ്പ് ചെയ്യുന്നുണ്ട്. ജനറേറ്റീവ് എ ഉപയോഗിച്ചിട്ട് ഹ്യൂമൻ ലൈക്ക് ക്യാപ്പബിലിറ്റീസ് എല്ലാം നമുക്ക് ടെക്നോളജിയുടെ മിമിക് ചെയ്യാൻ കഴിയും. കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നത് മുതൽ ഇമേജസും വീഡിയോസും ഈവൻ കോഡിംഗ് ചെയ്ത ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത് വരെ നമുക്കിത് ജനറേറ്റീവ് എ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഈവൻ ചില ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് മ്യൂസിക് പോലും ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലുള്ള ജനറേറ്റീവ് എയുടെ ക്യാപ്പബിലിറ്റീസ് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2032 ആകുമ്പോൾ ജനറേറ്റീവ് എയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് $1.3 ട്രില്യൺ ആകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ജനറേറ്റീവ് എയെ കുറിച്ചും അതിന്റെ ക്യാപ്പബിലിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഏതൊരു ആൾക്കും അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ജനറേറ്റീവ് എ, ജനറേറ്റീവ് എയുടെ ഹിസ്റ്ററി എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ജനറേറ്റീവ് എക്ക് എത്ര ടൈപ്സ് ഉണ്ട്, അതിന്റെ യൂസ് കേസ് എന്താണ്, ബെനിഫിറ്റ്സ് എന്താണ്, ജനറേറ്റീവ് എ കാരണമുള്ള ജോബ് റോൾസ് എന്തൊക്കെയാണ്, അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫൈനാൻസ്, ടെക്നോളജി, പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗ് എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് എന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യാന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും മേഖല ജോബിൽ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു കൻ കണക്ട് വിത്ത് us at 9746211123. സോ once again I am Sahir. Welcome to the new video of Edu Learning. ആദ്യമായിട്ട് എന്താണ് ജനറേറ്റീവ് എ? ജനറേറ്റീവ് എ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സബ്സെറ്റ് ആണ്. ജനറേറ്റീവ് എ ഉപയോഗിച്ചിട്ട് നമുക്ക് കോണ്ടന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ടെക്സ്റ്റ്, മ്യൂസിക്, വീഡിയോസ്, ഇമേജസ്, ഈവൻ 3D മോഡൽസ് വരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത് തന്നെയാണ് ജനറേറ്റീവ് എന്നത്. ജനറേറ്റ് എ ഉപയോഗിച്ചിട്ട് കോണ്ടന്റ്സ് ജനറേറ്റ് ചെയ്യുന്ന മോഡൽസിനെയാണ് നമ്മൾ ജനറേറ്റീവ് എ എന്ന് പറയുന്നത്. ജനറേറ്റീവ് AI എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഴയതല്ല. എന്നാൽ 2014 ജനറേറ്റീവ് ഒതന്റിക് നെറ്റ്വർക്ക്സ്, അതായത് GANന്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് എക്ക് ഇമേജസും വീഡിയോസും ടെക്സ്റ്റും ഓഡിയോസും എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി വന്നത്. ഒരു സൈഡിൽ നമുക്കറിയാം ഇങ്ങനത്തെ മോഡൽസ് കാരണം റിച്ച് എഡ്യൂക്കേഷണൽ കോണ്ടന്റ്, ഇമേജസ്, വീഡിയോസ്, കോണ്ടന്റ് ജനറേഷനൊക്കെ എളുപ്പമായി. എന്നാൽ മറുവശത്ത് ഡീപ്പ് ഫേക്ക് വീഡിയോസ്, ഇമേജസ്, ദെൻ ഡിജിറ്റലി ഫോർഡ് ഇമേജസ്, വീഡിയോസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്തതും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ജനറേറ്റീവ് അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് പിന്നീട് നോക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയാണ് ജനറേറ്റീവ് എ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ജനറേറ്റീവ് എ സിസ്റ്റംസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോംസിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രോംസ് മ്യൂസിക്, ടെക്സ്റ്റ്, വീഡിയോസ് അങ്ങനെ തുടങ്ങി ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ആകാം. വേരിയസ് അൽഗോരിതംസ് ഈ പ്രോംപ്റ്റ് അനുസരിച്ച് ഇനിഷ്യേറ്റ് ആവുകയും അതിനനുസരിച്ചുള്ള കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജനറേറ്റീവ് എ ഇന്ന് കാണുന്ന തരത്തിലുള്ള അഡ്വാൻസ്മെന്റ് ആകാൻ കാരണം ട്രാൻസ്ഫോമേഴ്സും ലാർജ് ലാംഗ്വേജ് മോഡൽസിന്റെ അഡ്വാൻസ്മെന്റ് ആണ്. ട്രാൻസ്ഫോമേഴ്സ് എന്താണ്? ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് ലാർജ് ഡേറ്റയെ ലേബൽ ചെയ്യാതെ ട്രെയിൻ ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്ക് ജനറേറ്റീവ് എയുടെ ഹിസ്റ്ററി നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1980s മുതലൊക്കെ തന്നെ ജനറേറ്റീവ് എ മോഡൽസിൽ റിസർച്ചൊക്കെ ലോകമെമ്പാടും നടക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൽ ഏറ്റവും പുതിയ മാറ്റം കൊണ്ടുവന്ന് 2011 ആപ്പിളിൻ്റെ ഐഫോണിൽ സിറി എന്ന് പറയുന്ന വോയിസ് അസിസ്റ്റന്റിനെ ആപ്പിൾ എന്ന കമ്പനി ലോഞ്ച് ചെയ്തപ്പോഴാണ് ഈ വോയിസ് അസിസ്റ്റന്റ് നമ്മൾ കൊടുക്കുന്ന ശബ്ദത്തിനനുസരിച്ചുള്ള റെസ്പോൺസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് തരാൻ തുടങ്ങി. അതാണ് നമുക്ക് വേണമെങ്കിൽ ജനറേറ്റീവ് എ മോഡൽസിൻ്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് കരുതാം. 2013 ഗൂഗിളിലെ റിസർച്ച് വർക്കേഴ്സ് വേർഡ്സ് തമ്മിലുള്ള സെമാൻറ്റിക് റിലേഷൻഷിപ്സ് കണ്ടെത്താൻ തരത്തിലുള്ള വേർഡ് ടു വെക്ക് കണ്ടുപിടിച്ചു. അതാണ് രണ്ടാമത്തെ ഒരു മൈൽ സ്റ്റോണായിട്ട് നമുക്ക് കരുതാൻ പറ്റുന്നത്. 2014 ഇയാൻ ഗുഡ്ഫെല്ലോ എന്ന് പറയുന്ന ഒരു റിസർച്ചർ ജനറേറ്റീവ് അഡ്വേഴ്സറിയൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ GAN കണ്ടുപിടിച്ചു. ഇതിൻ്റെ സഹായത്തോടുകൂടി ഓതന്റിക് ആയിട്ടുള്ള കോണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. 2017 ഇന്നിപ്പം കാണുന്ന തരത്തിലുള്ള ChatGPT പോലുള്ള മോഡൽസ് ബിൽഡ് ചെയ്യാൻ തക്ക തരത്തിലുള്ള ഒരു ഇന്നോവേഷൻ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2017 ഗൂഗിളിലെ റിസർച്ചേഴ്സ് ട്രാൻസ്ഫോമേഴ്സ് ഡെവലപ്പ് ചെയ്തു. ഇതിലൂടെ 3.3 ബില്യൺ വേർഡ്സ് ഉള്ള ഒരു മോഡൽ ബിൽഡ് ചെയ്യും, ബേർട്ട് എന്നതിന് പേരിടുകയും ചെയ്തു. ഈ മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അൺലേബിൾഡ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ നിന്നും, വേർഡ്സിൽ നിന്നും, പാരഗ്രാഫിൽ നിന്നും, സെൻറ്റൻസിൽ നിന്നൊക്കെ അവർക്ക് റിലേഷൻഷിപ്സ് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ് ഒരു വേർഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ നിന്ന് മറ്റൊരു സെൻറ്റൻസ് കണക്ട് ചെയ്യുന്നത് പോലെ ഈ ഒരു മോഡലിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാപ്പബിലിറ്റി വന്നു എന്നുള്ളതാണ്. 2021 OpenAI DALL-E എന്ന് പറഞ്ഞൊരു മോഡൽ ബിൽഡ് ചെയ്തു. ഇതിലൂടെ ടെക്സ്റ്റിൻ്റെ പ്രോമിലൂടെ ഇമേജസ് ജനറേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീസ് മോഡൽസിന് ബിൽഡ് ചെയ്തെടുത്തു. 2022 OpenAI തന്നെ ChatGPT എന്ന് പറയുന്ന ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2023 നോക്കുകയാണെങ്കിൽ ജനറേറ്റീവ് AI കാരണം ChatGPT ലോഞ്ചായി. ബാക്കി എല്ലാ ഹെൽത്തും ജനറേറ്റീവ് AI എന്ന ടോപ്പിക്ക് വളരെ അധികം സംസാര വിഷയമായി. ChatGPTയിൽ മൈക്രോസോഫ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ബിങ് എന്ന് പറയുന്ന ബ്രൗസറിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന് പകരമായിട്ട് ഗൂഗിള് ബാർഡ് എന്ന് പറയുന്ന
ഒരു മോഡൽ ലോഞ്ച് ചെയ്തു. ഇത്രയാണ് കറണ്ട് സിനാരിയോയിൽ ജനറേറ്റീവ് എയിൽ വന്നിരിക്കുന്ന മൈൽ സ്റ്റോൺസും അഡ്വാൻസ്മെൻറ്റ്സും നമുക്ക് പറയാം. നമ്മൾ ഇതുവരെ എന്താണ് ജനറേറ്റീവ് എ എന്നും ജനറേറ്റീവ് എയുടെ മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ഹിസ്റ്ററീസ് അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ജനറേറ്റീവ് എ മോഡൽസിനെ കുറിച്ച് മനസ്സിലാക്കാം. ഫസ്റ്റ് ഒന്ന് പറഞ്ഞാൽ വേരിയേഷണൽ ഓട്ടോ എൻകോഡേഴ്സ്. ഈ മോഡൽ ബേസിക്കലി ഇമേജ് ജനറേഷനൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു മോഡലാണ്. രണ്ടാമത് ജനറേറ്റീവ് അഡ്വേഴ്സൽ നെറ്റ്വർക്ക്. ഇതിൽ പേര് പോലെ തന്നെ 2 കോമ്പീറ്റിംഗ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. ഒന്ന് ജനറേറ്റർ, ഇത് ഇമേജസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യും. രണ്ടാമത്തത് ഡിസ്ക്രിമിനേറ്റേഴ്സ്, അവർ ജനറേറ്റ് ചെയ്ത കോണ്ടന്റ്സിനെ വെരിഫൈ ചെയ്യും അല്ലെങ്കിൽ ചെക്ക് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ ട്രാൻസ്ഫോമേഴ്സ് ബേസ്ഡ് മോഡൽ. ട്രാൻസ്ഫോമേഴ്സ് ലാംഗ്വേജ് മോഡലിനെ റെവല്യൂഷനൈസ് ചെയ്തു. അതിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന GPT മോഡലൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത്. നാലാമത്തെ ടൈപ്പ് ഓഫ് ജെനൈസ് ആണ് ഓട്ടോ റിഗ്രസീവ് മോഡൽസ്. പ്രീവിയസ് എലമെൻറ്റ്സ് ഉപയോഗിച്ച് സബ്സിക്വൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഓട്ടോ റിഗ്രസീവ് മോഡൽ. ഇത് ബേസിക്കലി നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസിഷൻസിനാണ് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയുന്നത്. നമുക്ക് ജനറേറ്റീവ് എയുടെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. അതായിട്ട് ഇമേജ് ജനറേഷൻ ആൻഡ് മാനിപ്പുലേഷൻ. ജനറേറ്റീവ് എ മോഡൽ ഉപയോഗിച്ചിട്ട് 3D മോഡലിങ്ങും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഇമേജ് ജനറേഷനും എല്ലാം സാധിക്കുന്നു. ഇതുവഴി വിഷ്വൽ ക്രിയേറ്റിവിറ്റിക്ക് ബൗണ്ട്ലെസ് പൊട്ടൻഷ്യലാണ് ജനറേറ്റീവ് എ മോഡൽ തരുന്നത്. രണ്ടാമതായിട്ട് ടെക്സ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് മോഡലിംഗ് ആണ്. ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് മാർക്കറ്റിംഗ് കോണ്ടന്റ്, നോട്ട് ടേക്കിംഗ്, കോഡ് ഡെവലപ്മെൻറ്റ്, എസ്സേ ജനറേഷൻ എല്ലാം സാധിച്ചു. മൂന്നാമതായിട്ട് മ്യൂസിക് ആൻഡ് സൗണ്ട് സിന്തസിസ്. മ്യൂസിക് സിന്തസൈസ് ചെയ്യാനും സൗണ്ട് ജനറേറ്റ് ചെയ്യാനും സൗണ്ട് ഒപ്റ്റിമൈസ് ചെയ്യാനും നോയ്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ജനറേറ്റീവ് മോഡൽസ് കറൻറ്റ്ലി യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. നാലാമതായിട്ടുള്ള ജനറേറ്റീവ് എയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വീഡിയോ സിന്തസിസ് ആൻഡ് ഡീപ് ഫേക്സ് ആണ്. ജനറേറ്റീവ് എ മോഡൽസ് ഉപയോഗിച്ച് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. 3D ഇമേജസ്, വീഡിയോസ്, ഗ്രാഫ്സ് എല്ലാം ഇതിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതല്ലാതെ ഒട്ടനവധി യൂസ് കേസ് ഉണ്ട്. ലൈക്ക് അൽഗോരിതമിക് ട്രേഡിംഗ്, അവതാർസ് ജനറേറ്റ് ചെയ്യാൻ, പ്രഡിക്റ്റീവ് മോഡൽസ് ബിൽഡ് ചെയ്യാൻ, ക്രെഡിറ്റ് സ്കോർ ഐഡൻറ്റിഫൈ എല്ലാം നമുക്ക് ജനറേറ്റീവ് എ മോഡൽസിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ 3D മോഡൽസ് ഡെവലപ്പ് ചെയ്യാൻ AI മോഡൽസിന് യൂസ് ചെയ്യാം. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഡ്രഗ് സീക്വൻസ് കണ്ടുപിടിക്കാൻ, പ്രോട്ടീൻ സീക്വൻസ് കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് AI മോഡൽസിന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ യൂസ് കേസ് നോക്കി. പക്ഷേ ജനറേറ്റീവ് ഇപ്പോഴും ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസ് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. സ്കെയിൽ ചെയ്യാൻ AI മോഡൽ സ്കെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമുണ്ട്. സ്കെയിൽ ഓഫ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ചലഞ്ച് എന്ന് പറയുന്നത് ജനറേറ്റീവ് മോഡലിന്. ഡിഫ്യൂഷൻ മോഡൽസൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബില്യൺസ് ഓഫ് ഇമേജസിൻ്റെ ആവശ്യമുണ്ട്. ഇമേജസ് മാത്രം പോയാൽ ഇത് ട്രെയിൻ ചെയ്യാനായിട്ട് മാസീവ് കമ്പ്യൂട്ടിംഗ് പവറും കൂടെ ആവശ്യമാണ്. രണ്ടാമത്തെ പ്രശ്നമാണ് ജനറേറ്റീവ് എ മോഡൽസിൽ ബിൽഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് ലാക്ക് ഓഫ് ഹൈ ക്വാളിറ്റി ഡേറ്റയാണ്. ജനറേറ്റീവ് എ മോഡൽസ് പലപ്പോഴും ടെക്സ്റ്റ് ഡേറ്റ ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള ജനറേറ്റ് ചെയ്യുന്ന കോണ്ടന്റ് ജെന്യുവിൻ ആണോ എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജെന്യുവിൻ ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ജനറേറ്റ് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഡേറ്റയും അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കണം. അത് പലപ്പോഴും ലഭിക്കാറില്ല. അതാണ് ജെൻഐ മോഡൽസിലുള്ള അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജെൻഐ മോഡൽസിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ച ജെൻഐ മോഡൽസ് വഴി ടെക്സ്റ്റും ഓഡിയോസും വീഡിയോസും ഒക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കോണ്ടന്റ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് AI സിസ്റ്റത്തിൻ്റെ ആക്യുറസി കൂട്ടാൻ ഇത്തരം മോഡൽസിന് സാധിക്കുന്നതാണ്. മൂന്നാമത്തെ എന്താണ് കോംപ്ലക്സ് ഡേറ്റ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ ബിസിനസ് റിസർച്ചിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറേറ്റീവ് AI മോഡൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ടാസ്കുകൾ കോംപ്ലിക്കേറ്റഡ് ടാസ്കും വർക്ക് ഫ്ലോസൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഇത് കൊണ്ട് ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ജനറേറ്റീവ് AI കാരണം വന്ന ഡിഫറെൻറ്റ് ജോബ് റോൾസിനെ കുറിച്ച് മനസ്സിലാക്കാം. അതിന് ഏറ്റവും പ്രധാനം AI പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ജോബ് റോളാണ്. പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് ജനറേറ്റീവ് AI മോഡൽസ് ഉപയോഗിച്ചിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ നോർമൽ ജനറിക് ആയിട്ടുള്ള പ്രോംപ്റ്റ്സ് ആണ് കൊടുക്കുന്നത്. ജനറിക് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർപ്പസിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രമേ സ്പെസിഫിക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള പ്രോംപ്റ്റ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് AI പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിൻ്റെ ജോബ് റോൾ. ജനറേറ്റീവ് ഡിസൈൻ സ്പെഷ്യലിസ്റ്റ് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് പോലെ തന്നെ, പക്ഷേ അവരുടെ സ്പെസിഫിക് റോള് വിഷ്വൽ കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി പ്രൊഡക്റ്റ് ഡിസൈൻ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ എന്നീ മേഖലയിലേക്കാണ് ഇവർക്ക് നോർമലി വേക്കൻസി കണ്ടുവരുന്നത്. മൂന്നാമത്തത് AI മെയിൻ്റനൻസ് എഞ്ചിനീയർ. ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു AI സിസ്റ്റം എഫിഷ്യൻ്റ് ആയിട്ടും ആക്യുറേറ്റും ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ ഇവരുടെ ഡ്യൂട്ടി. നാലാമത്തെ ജോബ് റോളാണ് AI എത്തിസിസ്റ്റ് ഓഫീസർ. AIയുടെ ക്യാപ്പബിലിറ്റീസ് ഉപയോഗിച്ചിട്ട് അത് ദുരുപയോഗം ചെയ്യാനുള്ള സാഹചര്യങ്ങളും കൂടുതലാണ്. AI എത്തിസിസ്റ്റ് ഓഫീസറിൻ്റെ ജോബ് റോൾ എന്ന് പറഞ്ഞാൽ AI സിസ്റ്റംസ് എത്തിക്കലി ആണോ ലീഗലി ആണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റം AI സൊല്യൂഷൻ ഡെവലപ്പർ. എക്സിസ്റ്റിംഗ് AI മോഡൽസ് ഉപയോഗിച്ചിട്ട് ഒരു പർട്ടിക്കുലർ നിഷിന് വേണ്ടിയിട്ടുള്ള മോഡൽ ഡെവലപ്പ് ചെയ്യുന്നവരാണ് കസ്റ്റം AI സൊല്യൂഷൻ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പൊതുവേ
ഇപ്പം നല്ല ഹൈ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ജെൻ എ റോൾസ് എന്ന് പറയുന്നത്. പിന്നെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇത്തരത്തിലുള്ള മോഡൽസ് ബിൽഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മോഡൽസ് ബിൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ജോബ് റോൾസൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹമുണ്ട്, അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 974621123.